ഫ്ലോറൽ ഫ്രൂട്ട്സ് അറേബ്യൻ നോമ്പുകാലം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് അൽ സഫ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. റംസാൻ മാസം ആകുമ്പോഴത്തേക്കും നോമ്പ് തുറക്ക് ഒരുപാട് കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേരാറുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ഇന്നൊരു കുടുംബത്തിൻ്റെ നോമ്പ് തുറയാണ് കാണാൻ പോകുന്നത്. നമ്മളിവിടെ ആരിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിചയപ്പെടാം. പ്രവാസ ലോകത്ത് കുടുംബത്തോടൊപ്പം ഒരു നോമ്പ് തുറ പലരും ഉള്ളാൽ ആഗ്രഹിക്കുന്നതാണിത്. പ്രായോഗികമായി നോക്കുമ്പോൾ അത്രയൊന്നും നടക്കാതെ പോകുന്ന സുന്ദര സ്വപ്നം എന്ന് പറയേണ്ടി വരും. എന്നാൽ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ നോമ്പ് തുറയ്ക്കായി ഒത്തുചേരുന്ന ചില കുടുംബങ്ങളെങ്കിലും ഉണ്ട് ഈ പ്രവാസ മണ്ണിൽ. ഇത് ഉപ്പയാണ്, ഇതെല്ലാം അപ്പയാണ്, ഇതെന്റെ വൈഫാണ്, മോള്, മോന്, പിന്നെ ഉമ്മയാണ്. പ്രവാസ ലോകത്തെ ഉറ്റവരും ഉടയവരുമായവർ പരിമിതികൾക്കിടയിൽ നിന്നും നോമ്പ് തുറയ്ക്കായി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. അവർ കൂട്ടായി ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇവിടെ അതിഥികളും ആതിഥേയരുമില്ല. അവധി ദിവസങ്ങളിലാണ് കുടുംബ ഇഫ്താറുകൾ അധികവും നടക്കുന്നത്. ചില വർഷങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. എങ്ങനെയുണ്ട് റമദാൻ മാസം തുടങ്ങിയിട്ട്? റമദാൻ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യാന്ന്, അതുകൊണ്ട് ഇവിടെ ഹാഫ് ടൈം ആണല്ലോ എപ്പോഴും റമദാനിൽ, അതുകൊണ്ട് നല്ല സുഖം. വിവിധ എമിറേറ്റ്സിലുള്ളവർ കുടുംബത്തോടൊപ്പം സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു ഫ്ളാറ്റിലോ വില്ലയിലോ ഇഫ്താറിനായി സമ്മേളിക്കും. വരുമ്പോൾ തങ്ങളുടെ വീടുകളിൽ നിന്നും ചിലതൊക്കെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നവരുമുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ എത്തി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണവും മറ്റും പാചകം ചെയ്യും. ഇവരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, ഇവരുടെ റമദാൻ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയുള്ളത്. അസ്സലാമു അലൈക്കും. ഇത് ആരിഫിന്റെ വൈഫാണ് അല്ലേ? വൈഫും ഉമ്മയും. ഉമ്മ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നേക്കാണ്, തിരിച്ചു പോവാണ്. അപ്പൊ എന്താ ഇപ്പൊ തന്നെ തിരിച്ചു പോകണം? ഇത് റമദാനെല്ലാം കഴിഞ്ഞ് പെരുന്നാളെല്ലാം മക്കളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോയാൽ പോരെ? അതാണ് ആഗ്രഹം. പക്ഷെ ഞങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്നാണ്, അപ്പൊ വിസയുടെ കാലാവധി കഴിഞ്ഞു. നിങ്ങളിപ്പോ നാട്ടില് ഒരു പെരുന്നാളൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? എവിടെയാണ് നാട്ടില്? എറണാകുളത്താണ്. അപ്പം ബാക്കിയുള്ള സിബ്ലിങ്സ് ഒക്കെ തന്നെ അവരൊക്കെ ഈ പെരുന്നാൾ ഒരുമിച്ചില്ലാത്തതിന്റെ ഒരു ബ്രദർ ഉണ്ട് ഇവിടെ, ദുബായിലുണ്ട്. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. എന്താണ് പേര്? നസ്രീൻ. എങ്ങനെയുണ്ട് നോമ്പെല്ലാം? അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ അവസാനത്തെ 10 ആയതുകൊണ്ട് അതിന്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ വീട്ടിലിരിക്കുന്ന നമുക്കല്ലല്ലോ, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. പക്ഷെ എല്ലാവരും പഠിച്ചതിന്റെ കൃപയാൽ നല്ല ഇതിൽ തന്നെ എല്ലാവരും പോകുന്നുണ്ട്. എന്ത് ചെയ്യുന്നു ദുബായിൽ? ചെറിയ ബിസിനസ് ആയിട്ടൊക്കെ. എങ്ങനെയുണ്ട് റമദാൻ മാസം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഓ അൽഹംദുലില്ലാഹ് വളരെ ഉഷാറായി പോകുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ സമയമായി. നമുക്ക് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എന്ന് അറിയാൻ വേണ്ടി ഇരിക്കുന്നു. കിച്ചണിലേക്ക് വരാമോ നിങ്ങള്? തീർച്ചയായിട്ടും. നർഫാസ് വരുന്ന ഞങ്ങൾ കുറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ആയിക്കോട്ടെ. ഈ ഒത്തുചേരലും ഒരുമയുടെ അധ്വാനവും നൽകുന്ന ആഹ്ലാദം ചെറുതല്ലെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. വർഷങ്ങളായി എല്ലാ നോമ്പുകാലത്തും മുറതെറ്റാതെ ഈ കുടുംബ ബന്ധങ്ങൾ ഈ വിധം വിളക്കി ചേർക്കപ്പെടുകയാണ്. നാടിന്റെ പഴയകാല ഓർമ്മകൾ തിരിച്ചുപിടിക്കാനുള്ള അവസരം കൂടിയാണ് ഇവരിൽ പലർക്കും ഇത്. നമ്മളിപ്പോ കിച്ചണിൽ എത്തി നിൽക്കുകയാണ്. നോമ്പ് തുറക്കാൻ ഈ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളൂ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പൊരിച്ചുകൊണ്ട് ഉണ്ട്. എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് നമുക്ക് ഇത്തരത്തിൽ ചോദിക്കാം. ഇത്ത എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. ഇത് മനസ്സിലായി, സമൂസയാണെന്നുള്ളത്. ഇത് വെജിറ്റബിൾ സമൂസയാണോ അതോ ചിക്കൻ സമൂസ? ഓക്കെ. അവിടെ ഇരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഇത് സ്പ്രിംഗ് റോൾ, പിന്നെ അത് ഉന്നക്കായ. ഞങ്ങളുടെ കാസർഗോഡ് നോർത്ത് കേരളയിലുള്ള സ്പെഷ്യാലിറ്റി ആണ്. ഓക്കെ. സാധാരണ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ലോക്കൽ എമിറാത്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ്. ഇത് എമിറാത്തി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ് ആണ്. ഇത് ഇവിടുത്തെ ലോക്കൽസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതും ഇവിടെ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ ജനറലി ഇത്രയൊന്നും വിഭവങ്ങൾ ഞാൻ വന്നുകൊണ്ട് മാത്രം. എക്സാക്ട്ലി. ഞങ്ങളുടെ സിംപ്ലിസിറ്റിയാണ് ഞങ്ങളുടെ പോളിസി. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ടേബിളിൽ ഒരുപാട് സിംപ്ലിസിറ്റി ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ കുറെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലേ ഫ്രൂട്ട്സിന്റെ. ഓക്കെ. മാങ്ങ ഉണ്ട്, അതേപോലെ തന്നെ കാൻലൂപ്പാണ്, അത് റോക്ക് മെലൺ എന്ന് പറയും. അതേപോലെ തന്നെ വാട്ടർ മെലൺ ഉണ്ട്. നല്ല ഡേറ്റ്സ്, എനിക്ക് തോന്നുന്നു പല ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. നമ്മൾ ഡേറ്റ് സൂക്കിൽ പോയപ്പോൾ കണ്ട പല ഡേറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതൊക്കെ റെഡിയായി. നോമ്പ് തുറക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളൂ. ഇനിയിപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോകും. നമുക്കിനി നേരെ ഡൈനിങ് റൂമിലേക്ക് പോകാം.
ഇന്നിപ്പോൾ ഒരു ഗംഭീര നോമ്പുറാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്തായാലും ഇന്നത്തെ നോമ്പുറ നമ്മുടെ അറേബ്യൻ നോമ്പുറത്തിന്റെ നോമ്പുറ ഇന്ന് ആരിഫിന്റെ ഫാമിലിയുടെ കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ആരിഫിന്റെ വീട്ടിൽ നിന്ന് നോമ്പുറെല്ലാം കഴിഞ്ഞ് നല്ലൊരു ഗംഭീര നോമ്പുറായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് നടക്കാൻ വയ്യ, അത്രയും വയറ് ഫുള്ളായിട്ടുണ്ട്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈദ് മുബാറക്ക് നേരുകയാണ്. ഈദ് മുബാറക്ക് ഇൻ അഡ്വാൻസ്. യാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അസ്സലാമു അലൈക്കും. അങ്ങനെ ഇവിടുത്തെ നോമ്പുകളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ യാത്ര തുടങ്ങുകയാണ്. അടുത്ത് നമ്മൾ ഷെയ്ഖ് സാദ് റോഡിലെ ട്രേഡ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷാർജ റമദാനിലെ നമ്മുടെ അവിടുത്തെ ഒരു റമദാൻ ഫെയർ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ദുബായിൽ റമദാൻ ഫെയർ നടക്കുന്നുണ്ട്. ദുബായിലെ ഷെയ്ഖ് സാദ് റോഡിലെ ട്രേഡ് സെൻറ്ററിലാണ്. അടുത്ത് നമ്മൾ പോകുന്നത് അവിടത്തേക്കാണ്. അങ്ങനെ ആരിഫിൻ്റെ വീട്ടിലെ നോമ്പൂറെ കഴിഞ്ഞിട്ട് പിന്നെ എത്തിയിരിക്കുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ സബീൽ ഹാളിലാണ് ഈ റമദാൻ ഫെയർ നടക്കുന്നത്. ഇത് 10 ദിവസത്തേക്കാണ് ഈ ഫെയർ നടക്കുന്നത്. റമദാൻ്റെ ദിവസവും കൂടെ തന്നെ ഈദാകുമ്പോഴത്തേക്കും ഈ ഫെയർ തീരും. അപ്പോൾ ഈ ഫെയറിന് പ്രത്യേകമായിട്ട് ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങാനും ഷൂസ് വാങ്ങാനും പല പല ഷോപ്പിങ്ങിനായിട്ട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇവൻ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലക്കി ഡ്രോയിൽ കാർ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫെയറിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ദുബായിൽ ആരംഭിച്ച റമദാൻ നൈറ്റ് മാർക്കറ്റ് വിപണിയുടെ മറ്റൊരു ഉത്സവമാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ സ അലിബ് ഹാളിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. പെരുന്നാൾ വിപണിക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ. ഇതാണ് സംഘാടകരുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ ആകർഷിക്കാൻ റമദാൻ മാർക്കറ്റിന് വലിയ തോതിൽ കഴിയുന്നു. ഞാനിപ്പോൾ റമദാൻ ഫെയറിൻ്റെ ഈ ഒരു ഫെയറിൻ്റെ അകത്തേക്ക് കയറി. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഈ ഷോപ്സ് കണ്ടതിന് എനിക്ക് മനസ്സിലായത് ഇവിടെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് എടുക്കണം. ഫുഡിന് മാത്രമായിട്ട് മറ്റൊരു ഏരിയ ഉണ്ട്. നമ്മുടെ ബാക്ക് സൈഡിലാണ്. പിന്നെ കുട്ടികൾ കളിക്കാൻ വേണ്ടി വേറെ ഏരിയ ഉണ്ട്. ഫാമിലീസ് അവിടെ വരും. കുട്ടികൾ അവിടെ കളിക്കാനുള്ള ഏരിയ ആക്കിയിട്ടാണ് അവരിവിടെ വരുന്നത്. അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി റമദാൻ ഫെയറിന് മറ്റൊരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഹെന്ന പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ. ഇവിടെ കംപ്ലീറ്റ്ലി പെൺകുട്ടികളാണത്തുള്ളത്. നമുക്ക് കയറാൻ പറ്റും നോക്കാം. ഹലോ, വാ. ഇവിടെ കംപ്ലീറ്റ്ലി ഹെന്ന പെയിൻറ്റിങ്ങുള്ള ഏരിയ ആണ്. ഹായ്, ഹൗ മച്ച് യു ചാർജ് ഫോർ ഹെന്ന? ഹൗ മച്ച് യു ചാർജ്? 10 dirhams per hand. Yeah, okay. You do for boys? No. Okay. So this is basically for girls. It's just 10 dirhams per hand. ഏറ്റവും കൂടുതൽ തിരക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഹെന്ന എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് പെരുന്നാളുകൾ വരാണല്ലോ. പെരുന്നാളിലൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഫാഷൻ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, കളിപ്പാട്ടങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക വിലക്കിഴിവും റംദാൻ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. കൂടാതെ നറുക്കെടുപ്പിലൂടെ സന്ദർശകർക്ക് കാറുകളും സമ്മാനമായി നൽകുന്നു. കുട്ടികൾക്കായി വിവിധ കളികളും മത്സരങ്ങളും റംദാൻ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. 1 ലക്ഷത്തോളം സന്ദർശകരെയാണ് ഇക്കുറി സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. പെരുന്നാൾ വിപണിയുടെ മികച്ച അവസരമായും റംദാൻ മാർക്കറ്റ് മാറുകയാണ്. റമദാൻ ഫെയറിലെത്തി കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫ്ലോറൽ ഫ്രൂട്ട്സ് അറേബ്യൻ നോമ്പുകാലം ഇന്നിവിടെ തീരാണ്. ഹോപ്പ് യു റിയലി ലൈക്ക് ദി എപ്പിസോഡ്. ആൻഡ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.